to our channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു എവറി ഡേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഞാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പറയുകയാണ് കേട്ടോ, മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഓൾവേസ് നമ്മളുടെ ഫേസിന് മേലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഇങ്ങനെ എന്താ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ ഇല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്മൂത്ത് ആൻഡ് ഫ്ലോയി അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ടാകാം. നിങ്ങളുടെ അത്രയും ക്ലീൻ ആയിട്ട് പോർലെസ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കുറച്ച് ടെക്സ്ചേർഡ് സ്കിൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു മനുഷ്യന്മാർ മിക്ക ആളുകൾക്കും ടെക്സ്ചേർഡ് ആയിട്ടുള്ള കുറച്ച് പോഴ്സൊക്കെ ഉള്ള അതൊക്കെ വളരെ നോർമലാണ് കേട്ടോ അങ്ങനത്തെ സ്കിന്നാണ്. അപ്പോൾ ഇത്തിരി ഇങ്ങനെ ഫേസ് മേലെ മേക്കപ്പ് ഇരിക്കുന്ന പോലെ തന്നെയായിരിക്കും ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസ് പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഞാനിവിടെ ഒരു ടോണർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഇത്തിരി കൂടെ ഒരു ഹൈഡ്രേഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ആക്റ്റീവായിട്ട് ആക്നീസ് ഉള്ളവർ അങ്ങനത്തെ ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ ഒരു മാമഅർത്തിൻ്റെ ഈ ഒരു സെറാമൈഡ് റിച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഇച്ചിരി ഇങ്ങനെ ഒരു ഓയിലി ടച്ചുള്ള മോയ്സ്ചറൈസറാണ്. കാരണം ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഫൗണ്ടേഷനും ഓയിൽ ബേസ് ആയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഫേസ് ഇങ്ങനെ ടാപ്പ് 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 ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ മേക്കപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഇട്ട് തന്നെ പഠിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ടൈമോ ഇല്ലെങ്കിൽ ഒരു 2-3 തവണയൊന്നും ചെയ്യുമ്പോഴേക്ക് കറക്റ്റായിട്ട് വരണമെന്നില്ല. പിന്നെ നിങ്ങൾ വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക കേട്ടോ. മിക്ക ഇങ്ങനെ ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ അത്രയും ഡയറക്റ്റ് സൺലൈറ്റിലോട്ട് ഇറങ്ങണില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് എന്തൊക്കെയോ ആക്ഷൻ ഇടാണ്. വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യണില്ല കേട്ടോ സൺസ്ക്രീൻ. നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുക വെളിയിൽ പോകുമ്പോൾ. പിന്നെ ഉണ്ടല്ലോ ഐബ്രോസ്, ഫേഷ്യൽ ഹെയർസ് അതൊക്കെ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, കാണാനും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഇടുന്ന ഈ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും കളർ ചേഞ്ച് വരത്തില്ല. ഈ ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹെയർ ഉള്ള ഭാഗത്ത് കുറച്ചും കൂടി ഓക്സിഡൈസ് ആവും, വേറെ കളർ വരും ഹെയർ ഇല്ലാത്ത ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ മൊത്തത്തിൽ ഒരു ഈവൻ ആയിട്ടിരിക്കാൻ മൊത്തത്തിൽ ഹെയർ ഇല്ലാത്തത് ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഹെയർ ഉള്ളത് അതായിരിക്കും നല്ലത്. അത് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മളൊരു പ്രൈമറി യൂസ് ചെയ്യുക. ഈ പ്രൈമറി യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് വരത്തില്ല. അതായത് ചില മേക്കപ്പുകളൊക്കെ ഇല്ല, ഇങ്ങനെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോഴേക്കും ഫേസ് ഇങ്ങനെ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും, ഇല്ലെങ്കിൽ കേക്കി ആയിട്ടിരിക്കും. അങ്ങനെയൊന്നും ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇത് നമ്മളുടെ സ്കിന്നിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ വെളിയിലോട്ട് വരത്തില്ല. ഈ ഫൗണ്ടേഷനകത്തുള്ള ഇത് അകത്തേക്കും പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പ്രൈമർ. അപ്പം ഞാൻ ഈ പ്രൈമർ എൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് പോഴ്സ് ഉള്ള ഭാഗത്തായിട്ട് ഇടുന്നത്, ബാക്കിയുള്ള സ്ഥലത്തോട്ട് ഇടുന്നില്ല. പിന്നെ പ്രൈമർ നമുക്ക് പല ടൈപ്പിൽ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗ്ലോയിങ് പ്രൈമർ യൂസ് ചെയ്യാം. നിങ്ങൾ ഡ്രൈ സ്കിന്നാണ്, നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ വേണം. പിന്നെ മാറ്റിഫൈങ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന നോർമൽ സിലിക്കോൺ പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യേണ്ടായിരുന്നു, ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഈ ലിപ് ബാം അത്ര കണ്ട് മോയ്സ്ചറൈസിങ് ലിപ് ബാം അല്ല. ഞാൻ പിന്നെ ഇത് വീഡിയോ ആയതുകൊണ്ട് ഇത്തിരി ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കളർഫുൾ ആയിട്ടുള്ളൊരു ലിപ് ബാം എടുക്കുക. ഇത് നല്ല കളർഫുള്ളാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമില്ല, ലിപ് ബാമാണ് ഇഷ്ടം, അപ്പോൾ നിങ്ങൾക്ക് ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ പോകണം, അപ്പോൾ ഇടണമെന്നുണ്ടെങ്കിൽ ഇതിടാം. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ലിപ് ബാമാണ് കേട്ടോ. പിന്നെ ഞാൻ ഐബ്രോസ് ചെയ്യുക. നിങ്ങളെപ്പോഴും ആദ്യമേ ഐസ് കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ളതിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കണ്ണിൽ ചെയ്യണത് പിന്നെ മേക്കപ്പ് അങ്ങനെ ആവത്തില്ല. അപ്പോൾ ഓൾവേസ് ബെറ്റർ ഫസ്റ്റ് ഐ മേക്കപ്പ് അങ്ങോട്ട് ക്ലിയർ ആക്കി വിടുന്നത്. അപ്പോൾ ഞാൻ ഐബ്രോസിൻ്റെ ഹൈ പോയിൻറ്റിൽ ഇങ്ങനെ നമ്മുടെ ഐബ്രോസ് എങ്ങോട്ടാണോ ഇരിക്കണേ അങ്ങടേക്ക് തന്നെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര ഡിഫറൻസ് നമ്മുടെ ഫേസിൽ വരും. നിങ്ങൾ വേറെ ഒന്ന് കണ്ട എൻ്റെ ഒരു ഐബ്രോ ഇല്ലാത്ത വശവും തമ്മിൽ നമ്മൾ ഫുൾ മേക്കപ്പ് ഇട്ടിട്ടുള്ള പോലത്തെ ഒരു ലുക്ക് വരും നമ്മൾ ഐബ്രോസ് മാത്രം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വ്യത്യാസം വരും. പിന്നെ നിങ്ങൾ എപ്പോഴും ഐബ്രോ പെൻസിലിൻ്റെ കളർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ നാച്ചുറൽ കളറിനെക്കാട്ടിലും ഒരു ഷെയ്ഡ് ലൈറ്റർ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് കാണിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് റിയലായിട്ട് കുറച്ചുകൂടി കറക്റ്റിന് അറിയാനായിട്ട് പറ്റുമല്ലോ. അത്ര ഭംഗിയൊന്നുമില്ല, പക്ഷെ എന്നാലും മേക്കപ്പ് കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും. ഞാൻ എത്ര നാൾക്ക് ശേഷമാണെന്നോ കണ്ണിൽ കാജലിടുന്നത്. ഞാനിപ്പോൾ അങ്ങനെ കണ്ണിനകത്ത് ഒന്നും ഇടാറില്ല. ഞാൻ ഇപ്പോൾ ഇച്ചിരി കൂടുതൽ ഇങ്ങനെ നല്ലത് നോക്കി യൂസ് ചെയ്യുക അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണിനകത്തൊന്നും ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇടും. ഇതിപ്പോൾ ഇടാതിരുന്നിട്ട് കണ്ണിനടിയിലിട്ടിട്ട് ഭയങ്കര വെള്ളം വരണു. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കണ്ണിനടിയിൽ കാജൽ അപ്ലൈ ചെയ്യുന്നത്. എനിക്കതുകൊണ്ട് ഇങ്ങനെ ഇക്കിളി ആവണമായിരുന്നു. കണ്ണിൻ്റെ അടിയിൽ കാജൽ കൊണ്ട് വരയ്ക്കുമ്പോഴേക്ക് ഇക്കിളി വരുമായിരുന്നു.
അപ്പോൾ ഞാനൊരു ഐ മേക്കപ്പ് ഇത്തിരി ഒരു എടുത്ത് ബോൾഡായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. കേട്ടോ, കണ്ണിൽ ഇങ്ങനെ വെള്ളം വരും. എനിക്ക് കണ്ണിൻ്റെ മേലെ ഇങ്ങനെ ചിലവരിങ്ങനെ ചെയ്യില്ല, അടിയിൽ വരയ്ക്കണ പോലെ തന്നെ മേളിൽ വരയ്ക്കും. എനിക്കത് പറ്റേ ഇല്ല, ഭയങ്കര പാടാണ്. എനിക്കിങ്ങനെ ഇക്കിളിയായി ഞാൻ വിചാരിക്കും എങ്ങനെ ആൾക്കാരത് കണ്ണിൻ്റെ മേലിലത്തെ വാട്ടർ ലൈനിൽ വരയ്ക്കണം എങ്ങനെയാണ്. ഞാൻ പിന്നെ സെയിം ആ ഒരു കാജൽ യൂസ് ചെയ്തിട്ടൊരു സ്മജ്ജഡ്, ഒരു ചെറിയൊരു സ്മജ്ജ് കേട്ടോ, വലിയ സ്മജ്ജൊന്നുമില്ല, ചെറിയൊരു സ്മജ്ജഡ് പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഹെയറിൽ എന്താ ചെയ്തത് പറഞ്ഞില്ലല്ലോ, ഇത് ഞാൻ ഓവർനൈറ്റ് ഓവർനൈറ്റ് അല്ല കേട്ടോ, ഞാൻ എഴുന്നേറ്റ് ഉടനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഓവർനൈറ്റ് വയ്ക്കാറില്ല. ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, പിന്നെ എൻ്റെ മുടി മൊത്തത്തിൽ പാറിപ്പറന്ന് അലമ്പാവില്ല രാവിലെ ആകുമ്പോൾ. പിന്നെ ഇതിപ്പോൾ എനിക്ക് എവറി ഡേ എൻ്റെ ഒരു റൂട്ടീൻ പോലെയാണ് കേട്ടോ ഈ സാധനം തലയിൽ വെക്കുന്നത്. അപ്പോൾ മുടി നല്ലോണം ക്യൂട്ടിക്കിൾസ് എനിക്ക് ക്ലോസ്ഡ് ആയി കിട്ടും, ഇങ്ങനെ ഞാൻ വലിച്ചിങ്ങനെ കെട്ടി വയ്ക്കുമ്പോഴേക്കും. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ മേലെ ഇട്ടിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് സ്മജ്ജാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു രസം, അത്രേ ഉള്ളൂ. പിന്നെ ഞാനിന്നങ്ങനെ ഐ ഷാഡോ അങ്ങനെ ഒന്നും ഇടുന്നില്ല. അതൊരു എവറി ഡേ ചെയ്യാൻ പറ്റുന്ന ലുക്ക്. ഇത് ഞാൻ വളരെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്, നിങ്ങൾ ഭയങ്കര ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു കളർ കറക്റ്റർ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓറഞ്ച് കളർ കറക്റ്റർ എടുക്കാം. ഇതൊരു ചെറിയ ഓറഞ്ചും അല്ല എന്നാൽ പീച്ചും അല്ല, അതിൻ്റെ നടുക്കുള്ള ഒരു കറക്റ്ററാട്ടോ. പിന്നെ ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൈയിൻ്റെ മേലെ ഇട്ടിട്ടാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും നമ്മൾ എന്തോരം പ്രോഡക്റ്റ് എടുക്കണേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ കൈയിൻ്റെ മേലെ ഇട്ടിട്ട് വേണം, എല്ലാ സാധനവും നിങ്ങൾ കൈയിൻ്റെ മേലെ ഇട്ടിട്ടോ. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇടുന്നുണ്ടെങ്കിൽ പോലെ നിങ്ങൾ അപ്പോൾ ആ ഒരു കൺട്രോളിൽ നമുക്ക് ഫേസിലോട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയാസ് നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പം എൻ്റെ ഫേസിൽ അങ്ങനെ ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഇല്ല. ഇപ്പോൾ ഞാൻ അങ്ങനെ സ്കിൻ കെയർ ഭയങ്കര സെലക്റ്റീവായിട്ട് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടിട്ട് ഇപ്പം അങ്ങനെ പിമ്പിൾസ് ഡാർക്ക് സ്പോട്ട്സ് വരണതിന് മുൻപേ ഞാൻ പിമ്പിൾസ് വരണത് മാറ്റും. ഇല്ലെങ്കിൽ പിമ്പിൾസ് തുടക്കുകയാണെങ്കിൽ അത് മാറ്റുമ്പോൾ ഡാർക്ക് സ്പോട്ട്സിലോട്ട് ആവാണ്ട് ഞാനത് മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് അങ്ങനെ ഡാർക്ക്നെസ് ഇല്ല. പിന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങനെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യമായിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ ഇപ്പോൾ ഫേസിലില്ല. അപ്പോൾ ഇത് ഫേസിൽ ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ ഞാൻ ഇന്ന് ഈ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യണേ, കാരണം ഇതെല്ലാവർക്കും അഫോർഡബിൾ ആണ്, ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് യൂസ് ചെയ്തത്. ഇത് ഗോൾഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരൊറ്റ ഡ്രോപ്പ്, അതും ഇത് ഫുള്ളും ഞാൻ യൂസ് ചെയ്യില്ല. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് വളരെ കുറച്ച് മാത്രം പ്രോഡക്റ്റ് മതി. ഈ പ്രോഡക്റ്റ് ഇടുക എന്നുള്ള ഉദ്ദേശത്തിലല്ല കേട്ടോ. ഈ ഒരു ബ്രഷ് ആട്ടോ യൂസ് ചെയ്യണേ. ഇങ്ങനെ സ്പാക്ചുല ബ്രഷ് ഇത്തിരി ക്ലീൻ ആയിട്ടില്ല, ഞാൻ ലെസ് എടുക്കണം കൊണ്ടിട്ട് ഇതിങ്ങനെ ഒന്ന് വരച്ചിട്ടാണ് ഫേസിലോട്ട് ഞാൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, ഇത് നമ്മുടെ ഫേസിലോട്ട് ഫുള്ളായിട്ട് ഇടുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഒന്ന് ഈവനായി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ളത് മാത്രം ഇട്ടാൽ മതി. കാരണം പിന്നെ ഞാൻ ഇടുന്ന ഈ ടെക്നിക്ക് നിങ്ങൾ വേണമെങ്കിൽ നോക്കി വെച്ചു. എപ്പോഴും നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വളരെ ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. കണ്ടോ ഇങ്ങനെ ഞാൻ ഇടുന്നത് കണ്ടോ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു ഈവൻ ആക്കുക എന്നുള്ളതാണ്. ഇതിങ്ങനെ ഇടുമ്പോൾ നമുക്കങ്ങനെ ഭയങ്കര വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. ഒരു ഈവൻ, ഇപ്പം മുഖത്തുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ ആ ഡാർക്ക്നെസ് ഒന്ന് മറയ്ക്കുക. ഭയങ്കരമായിട്ട് മറക്കുന്നില്ല ഞാൻ. ഇത് എവറി ഡേ ലുക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് കാണുമ്പോഴേക്കും മൊത്തത്തിൽ ഒരു രസം ഫീൽ ചെയ്യിക്കുക. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഈ മേക്കപ്പ് ഇട്ടിട്ട് എവിടെ പോയിട്ടുണ്ട് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, നന്നായില്ലോ, സ്കിന്ന് നല്ല രസമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാവാറില്ല. അങ്ങനത്തെ ഒരു ലുക്കാട്ടോ. കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ഈ സൈഡ് നല്ലൊരു ഈവനായി, ഇപ്പുറ സൈഡ് അത്ര ഈവൻ അല്ല. എന്നാൽ ഇത് ഇത്ര മാറ്റിഫൈങ് ആയിട്ട് ഫീൽ ചെയ്യണം. എന്താ പറയുക, ഈ ഫൗണ്ടേഷൻ മാറ്റിഫൈങ് ആയതുകൊണ്ടാണ്. ഇനി കുറച്ചൊരു ഗ്ലോയിങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. അത് നിങ്ങളുടെ ഫൗണ്ടേഷനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾ ഇടുന്ന ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, കഴുത്തിൻ്റെ അടിയിലോട്ടും കൂടി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരേപോലെ ഇരിക്കും. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് എങ്ങനെയാണ് എന്നുള്ളത്. കണ്ടോ, ഒരു എന്തായാലും നമുക്ക് ഫേസിൻ്റെ മേലെ ഒരു സംഗതി ഇട്ടിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഒരു ഈവൻ ആയിട്ട് നമുക്ക് ഫീൽ ഉണ്ടാവും. കാണുമ്പോൾ ഒരു ഈവൻ ടോൺ പോലെ തോന്നിക്കും. അപ്പോൾ ഞാൻ അതേ കഴുത്തിലോട്ടും കൂടി ഇങ്ങനെ ഇട്ട് കാണിക്കാം. ഞാൻ നോർമലി കഴുത്തിൽ ഇടാറില്ല കേട്ടോ. എനിക്ക് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ പിമ്പിൾസ് വരും കഴുത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുത്തിൽ അങ്ങനെ ഇടാറില്ല. പക്ഷെ ഞാൻ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കാണിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴുത്തിലും കൂടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഈവനായിട്ട് ഒരേപോലെ ഉണ്ടാവും കാണാനായിട്ട്.
പിന്നെ ഞാൻ എപ്പോഴും നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ കഴുത്തും ഫേസും മാച്ച് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടുന്ന കാണിക്കില്ലേ, പക്ഷെ എനിക്ക് തോന്നുക അങ്ങനെ മാച്ച് ചെയ്തെടുക്കുമ്പോഴേക്കും കറക്റ്റ് കിട്ടാറില്ല എന്ന്. ഞാൻ ഇപ്പോൾ എപ്പോഴും എടുക്കുക വെച്ചാൽ എൻ്റെ കവിളിൻ്റെ കളർ എവിടെ, കണ്ണിൻ്റെ തൊട്ടടിയിൽ നോക്കും, അവിടുത്തെ ഷെയ്ഡ് എന്താണോ ആ ഷെയ്ഡാണ് ഞാൻ ഫുള്ള് മാച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഇത് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വീഡിയോ കണ്ടു കേട്ടോ. ഇതെങ്ങനെയാണ് നമ്മളുടെ മേക്കപ്പ്, അതായത് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ടോ ഫുള്ളൊരു ഈവൻ ആയിട്ടില്ലേ. ഇനി ഇതിപ്പോൾ നമ്മളുടെ ബേസാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഈ ബേസിൽ ഇനി നമ്മൾ കളേഴ്സ് ആഡ് ചെയ്യും. കളേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ചെയ്യാതെ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് മായ്ച്ചിട്ട് ജസ്റ്റ് എന്ന് വെച്ചാൽ അത് എന്താണ് പഫ് വെച്ചൊന്ന് തുടച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം, കണ്ണിൻ്റെ അടി ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഡാർക്ക് സ്പോട്ട്സ് ഡാർക്ക് സർക്കിൾസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല സ്റ്റെപ്പായിരിക്കും, നല്ലതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ കണ്ണിൻ്റെ അടിയിലും കൂടിയിട്ട് ഇതിങ്ങനെ വളരെ ലൈറ്റായിട്ടാണ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഹൈലൈറ്റഡ് ആയിട്ട് ഫീൽ വരും. അപ്പോൾ മൊത്തത്തിലൊരു ബ്രൈറ്റൻ ആയിട്ടുള്ളൊരു എഫക്റ്റ് വരും. അങ്ങനെ ഒരു നല്ലൊരു കളറല്ലൊരു മുഖത്തൊരു വെട്ടം വരും അങ്ങനെ ചെയ്യുമ്പോഴേക്കും. ഇത് പക്ഷേ അത്ര ലൈറ്റ് കൺസീലർ അല്ല കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, പിന്നെ വേറെ അപ്പുറം പോയി എടുക്കണം എന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ ഇത് തന്നെ കിട്ടിയ കേട്ടോ. എന്നിട്ട് നമ്മൾ മൂക്കിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ക്രീസ് ആവണത് കുറവായിരിക്കും. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പഫ് വെച്ച് എക്സ്ട്രാ ഉള്ള നമ്മളുടെ ആ ഒരു കൺസീലർ നമ്മൾ പിക്ക് ചെയ്ത് എടുക്കുകയാണ്. കണ്ടോ, ഇത് ഞാനിങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മളിങ്ങനെ എൻ്റെ പണ്ടെങ്ങനെയാ വെച്ചാൽ ഇതെല്ലാം വാരി ഇട്ട് കഴിയുമ്പോൾ ഒക്കെ കാണുമ്പോൾ ക്യാമറയിൽ ഡ്രസ്സ് ഉണ്ടാവും, പക്ഷെ നേരിട്ട് വരുമ്പോഴേക്കും അത്ര ഡ്രസ്സ് ഉണ്ടാവില്ല. വെച്ചാൽ ഇങ്ങനെ ഭയങ്കര കേക്കി ആയിട്ട് ഫീൽ ചെയ്യിക്കും. പക്ഷേ ഇങ്ങനെ ഇപ്പം ഞാൻ ചെയ്ത സ്റ്റെപ്പ് അതുകൊണ്ട് ഞാൻ ഫോണിൽ തന്നെ കാണിച്ചു തന്നെ. ഇങ്ങനത്തെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ടും രസമായിട്ടുണ്ടാവും. വളരെ കുറച്ച് പ്രോഡക്റ്റ് നമുക്ക് മാത്രം മതി. എന്നിട്ട് ഇങ്ങനെ പയ്യനെ ഓരോ സ്റ്റെപ്പും കെയർഫുള്ളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇനി ഞാൻ സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ആരും എടുത്തിട്ട് ഇങ്ങനെ തുറന്നു വെച്ച് എനിക്കാണ് അമ്മൂസാണെന്ന് തോന്നുന്നു. ഞാൻ അമ്മൂസിനെ ചീത്ത വിളിക്കുന്നതാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഈ ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പൗഡറാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഞാൻ കയ്യിൻ്റെ മേലെ അത് വെച്ച് കൊടുത്തിട്ട് കയ്യിൽ നിന്നാണ് പിക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ കറക്റ്റ് ആ ഒരു പൊടിയപ്പാടെ ഫേസിലേക്ക് ഇടുന്നില്ല, അല്ലാണ്ട് ഇങ്ങനെ കയ്യിൽ ബ്ലെൻഡ് ചെയ്തിട്ട് വളരെ കുറച്ച് മാത്രം. നമ്മൾ എവറി ഡേ ലുക്കല്ലേ, അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് എവിടെയാണോ ഓയിലി ആവാനുള്ള സാധ്യതയുള്ള ഏരിയാസ് ആ ഏരിയാസിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം നിങ്ങൾ വെച്ച് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസിലൊക്കെ നോക്കുമ്പോൾ ഒരു മൊത്തത്തിലൊരു മാറ്റിഫൈയിങ് ആയിട്ടൊരു ലുക്ക് തോന്നുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഈ മാറ്റിഫൈങ് നമ്മൾ മാറ്റി നല്ല രസമാക്കി എടുക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ക്യാൻവാസ് നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മളെപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് നല്ല കളറ് നല്ല ടെക്സ്ചറൊന്നും ഇല്ലാതെ നല്ലോണം ഇരുന്നെങ്കിലാണ് നമുക്ക് അതിൻ്റെ മേലെ ചെയ്യുമ്പോൾ അത് പോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ക്യാൻവാസാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഞാൻ ഈ ഒരു കോണ്ടോർ സംഗതി എടുക്കാൻ കേട്ടോ. ഇതിനകത്ത് നിന്ന് ഈ കാണുന്ന ഈ ഒരു 2 കോണ്ടോറിങ് ഷെയ്ഡുകൾ മിക്സ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് എൻ്റെ ഫേസിൽ ഞാൻ കോണ്ടോർ ചെയ്യാണ്. ഈ കോണ്ടോർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫേസിനൊരു ഡെഫിനിഷൻ കിട്ടും. ഇത് ഞാൻ പണ്ടൊന്നും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഫേസ് കണ്ട ആ ഒരു വശം മാത്രം ഇങ്ങനെ ആ ഒരു സംഗതി വന്നില്ലേ, അങ്ങനെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിങ്ങനെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് അറിയരുത് എന്നാൽ നിങ്ങൾക്ക് മേക്കപ്പ് ഇടണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോണ്ടോറിങ് മാത്രം ചെയ്യാം. ബ്ലഷ് അപ്ലൈ ചെയ്യാണ്ടിരിക്കാം. ബ്ലഷ് ഇട്ട് കഴിയുമ്പോഴേക്കും എന്തായാലും നമുക്ക് അറിയാൻ പറ്റും നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ബ്ലഷ് ഇല്ലാണ്ട് ഇത് മാത്രം ചെയ്യുമ്പോഴേക്കും അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഇനി നമുക്ക് ഫേസിലോട്ട് കുറച്ച് കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ബ്ലഷ് ഇട്ട് കഴിയുമ്പോഴേക്കും മൊത്തത്തിലൊരു കളർഫുൾനെസ് നമുക്ക് ഫേസിൽ വരും. ഒരു ബ്ലഷ്ഡ് എന്താ പറയുക, ഒരു മൊത്തത്തിലൊരു കളറ് ഫേസിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് എടുക്കുന്നത്. ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷേ എനിക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. കണ്ടോ, നല്ലൊരു നമുക്ക് ഇത് ബ്ലഷ് ഇടുമ്പോൾ എന്തായാലും ഒരു മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ലുക്ക് വരും, പക്ഷെ ഒരു കളറ് വരും, ഒരു രസം വരും ഫേസിലോട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇങ്ങനെ ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് മൂക്കിലും ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മൂക്കിലും കൂടി ഇടുമ്പോൾ ഒരു കണക്റ്റഡ് ആയിട്ട് ഒരു
ക്യൂട്ട് ലുക്ക് വരും. അങ്ങനത്തെ ഒരു ലുക്ക് വരും മൂക്കിലും കൂടി ഇടുകയാണെങ്കിൽ. പിന്നെ ഞാനിതെല്ലാം കൂടിയിട്ട് ഈ ഒരു എൽഫിൻ്റെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും നിങ്ങൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇത് ഞാൻ ഇപ്പോൾ ഫാൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് സ്പ്രേ വല്ലയിടത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ ഒരു സ്പ്രേ നമ്മുടെ ബേസ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ഞാൻ എൻ്റെ ലിപ്പ് ഇടാണേ. ഞാൻ ഈ ഒരു ലിപ്പ് ലൈനർ മാൾസിൻ്റെ ആണ് ഇട്ട് എടുക്കുന്നത്. ഇത് ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് ഒരു ലിപ്പ് ലൈനറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നിങ്ങൾ ലിപ്സ് ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വൃത്തിയുള്ള ലുക്ക് നമുക്ക് ലിപ്സിൽ വരും. ലിപ്സ്റ്റിക്ക് മാത്രം ഇടുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് ലിപ്പ് ലൈനറിൻ്റെ കൂടെ ഇടാൻ. പിന്നെ എനിക്ക് ലിപ്പ് ലൈനർ മാത്രമായിട്ട് ഇടാനായിട്ടും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എവറി ഡേ ലുക്കിൽ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഈ കാണുന്നത്. നിങ്ങൾക്ക് ബ്ലഷ്, നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലഷ് എന്താണോ ആ ബ്ലഷ് നിങ്ങളുടെ ഐ ഷാഡോ ആയിട്ട് കണ്ണിൻ്റെ മേലെ കൂടെ ഇത്തിരി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ നിങ്ങൾക്കൊരു കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യിച്ച് ഫേസ് മൊത്തത്തിൽ നമ്മൾ ഒരു നാച്ചുറാലിറ്റി നമുക്ക് ഫേസിലോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത്തെ സ്റ്റെപ്പ് നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഹൈലൈറ്റർ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഹൈലൈറ്റർ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ഹൈലൈറ്ററാണ്, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഹൈലൈറ്റർ ആട്ടോ. ഞാൻ ഇത് എവറി ഡേ ലുക്കിന് മിക്കപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. ഇതിങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യും, ഭയങ്കര രസമുള്ളൊരു കളറാണ്. ഇത് ഞാൻ കയ്യിലിങ്ങനെ ആദ്യം ബ്ലെൻഡ് ചെയ്യും, എന്നിട്ട് എൻ്റെ ഹൈ പോയിൻറ്റ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. കണ്ടോ മൂക്കിൻ്റെ അവിടെ. അപ്പോൾ ഇത് ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ തന്നെ ഫേസ് ഇങ്ങനെ ഗ്ലാസ് സ്കിന്നായിട്ട് തിളങ്ങുന്ന പോലത്തെ ഒരു ഫീല് വരും. അപ്പോൾ ഞാൻ മൂക്കിൻ്റെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ നടുക്ക് മാത്രം ഇട്ടോ, അത് കണക്ട് ചെയ്തിടരുത്. അപ്പോൾ ഈ കല്യാണത്തിന് ഒരുങ്ങുന്ന കല്യാണ പെണ്ണുങ്ങളെ പോലത്തെ ഒരു ലുക്കായിപ്പോൾ ഫുൾ മൂക്കിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇടരുത്. പിന്നെ ബാക്കിയുള്ളത് മാത്രം നമ്മളുടെ ഹൈ പോയിൻറ്റ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു നല്ല ഗ്ലാസ് സ്കിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിയുടെ സെൻറ്റർ പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നല്ലൊരു ഗ്ലാസ് സ്കിന്ന് പോലത്തെ ഒരു എഫക്റ്റ് വരും. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര ഇടുമ്പോൾ നമുക്ക് കണ്ണിനൊരു ഉണർവ് വരും കേട്ടോ. അപ്പോൾ അതിന് നല്ല മസ്കാര അപ്ലൈ മേടിക്കുക. പിന്നെ നിങ്ങൾ മസ്കാര ഒരു 4 മാസം കൂടുമ്പോഴേക്കും പുതിയത് മേടിക്കണം കേട്ടോ. നമ്മൾ പിശുക്ക് മസ്കാരയിൽ മാത്രം കാണിക്കരുത്. കാരണം നമുക്ക് കണ്ണിൽ ഒരുപാട് ഇറിറ്റേഷൻസ് വരും, കുരുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും പ്രോഡക്റ്റ് മേടിച്ചില്ലെങ്കിൽ പോലും മസ്കാര മേടിക്കുക. ഓക്കെ, കണ്ടോ ഞാനിപ്പോൾ ഈ യൂസ് ചെയ്ത ടെക്നിക്കിൽ എന്തോരം ഡിഫറൻസ് ഉണ്ട് നോക്ക്. കണ്ണിൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ എന്താണ് ഐബ്രോസിൻ്റെ അവിടെ ഇങ്ങനെ പൊക്കി പിടിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഹൂഡഡ് ആയിട്ടുള്ള ഐസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലാത്തവർക്ക് ഇത് വർക്ക് ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മളുടെ ലാഷസ് ഇങ്ങനെ ഫുള്ള് കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോൾസ് ലാഷസ് വെച്ചിട്ടുള്ള പോലത്തെ തന്നെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഇനി അടുത്തത്തെ സ്റ്റെപ്പ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാണ് കേട്ടോ സെൻറ്ററിൽ. ഇത് ലാക്മിയുടെ മൂസ് ലിപ്സ്റ്റിക്കാണ്, ചെറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് എല്ലാവരും സ്റ്റോറീസിലും ഷോർട്സിലൊക്കെ ചോദിക്കാറുള്ളതാണ് ഏത് ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ചെറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ട ഒരു നാച്ചുറൽ ആയിട്ടുള്ള, ഒത്തിരി മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ ഇല്ല, എന്നാൽ ഒരു വൃത്തിയായിട്ടുള്ള പോലെ ഇല്ലേ. ഇത് കുറച്ച് സമയം കഴിയും തോറും മേക്കപ്പ് ആണെന്ന് ആളുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും കേട്ടോ. വെച്ചാൽ നമ്മുടെ സ്കിന്നുമായിട്ട് അങ്ങ് ബ്ലെൻഡ് ആകും, അങ്ങനെ ഭയങ്കര രസമായിട്ട് വരും ഈ ഒരു മേക്കപ്പ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. എൻ്റെ ഓവർനൈറ്റ് കേൾസ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ആയിപ്പോയി. ഇറ്റ്സ് ഓക്കെ. ഇതാണ് കേട്ടോ എൻ്റെ ഓവർനൈറ്റ് കേൾസ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കുള്ളത്. നിങ്ങളുടെ ഹെയർ ഇങ്ങനത്തെ ലെയർ കട്ടാണുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ ഇവിടെ നല്ല കട്ടിയായിട്ടും ഇവിടെ നല്ലവണ്ണം ചെറുതായിട്ടും ആയിരിക്കും ഇരിക്കുക. പക്ഷെ ഡ്രസ്സല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.